ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മളിപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് ചാർട്ട് പേപ്പറുകളാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഗ്രീൻ കളർ ചാർട്ട് പേപ്പറിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ വീണ്ടും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. ഇനി നമ്മൾ മടക്കി എടുത്തിട്ടുള്ള മടക്കിലൂടെ എല്ലാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ 2 പീസ് നമ്മൾ എടുത്ത് മാറ്റി വെക്കുകയാണ്. ബാക്കിയുള്ള പീസുകൾ നമുക്ക് ഓരോന്നും ഇതുപോലെ മടക്കി ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. നമ്മളിന്ന് ചാർട്ട് പേപ്പർ വെച്ച് ഒരു കുഞ്ഞു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് ചെയ്തെടുക്കുന്നത്. ഇപ്പൊ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പീസും ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ ഇലകളിലും വെയിൻസ് ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. നമുക്ക് കളർ പേപ്പറുകൾ കൊണ്ടും ഇത് ചെയ്തെടുക്കാം. അപ്പോൾ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പലതരത്തിലുള്ള ഒരുപാട് ആർട്ടിഫിഷ്യൽ പ്ലാന്റുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇലകളിലെല്ലാം നമ്മൾ ഇതുപോലെ വെയിൻസ് ഒക്കെ വരച്ചു കൊടുത്തു. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന 2 പീസും വീണ്ടും ഇതുപോലെ മടക്കി കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം നമുക്ക് റോൾ ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് അതെല്ലാം ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ അതെല്ലാം റോൾ ചെയ്ത് കൊടുത്തു. ഇനി നമുക്കത് ഇലകളിലേക്ക് ഒട്ടിച്ചെടുക്കണം. നമ്മളതിൽ ഓരോന്നിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഗ്രീൻ കളർ ചാർട്ട് പേപ്പറിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസും നമ്മൾ റോൾ ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന റെഡ് കളർ ചാർട്ട് പേപ്പറിൽ നിന്നും ചെറിയൊരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പീസ് നമ്മൾ വീണ്ടും ഇതുപോലെ മടക്കി കൊടുത്ത് ഇവിടെ ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെയാണ് നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൽ ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു ഭാഗം ഇതുപോലെ ചെയ്തു കൊടുക്കണം. അപ്പൊ നമ്മളിവിടെ ഒരു റീഫില്ലർ ഉപയോഗിച്ച് ഇതുപോലെ ചെയ്തു കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാൻ ചാർട്ട് പേപ്പർ തന്നെ വേണമെന്നില്ല, നമുക്ക് കളർ പേപ്പറുകൾ കൊണ്ടും ചെയ്തെടുക്കാം. നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുള്ള മറ്റ് പേപ്പർ ക്രാഫ്റ്റുകളുടെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. ഇപ്പൊ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കത് ഇതിലേക്കൊന്ന് ചുറ്റി കൊടുക്കണം. നമ്മളിപ്പോ ഇവിടെ ഒരു ഫ്ലവർ ആണ് ചെയ്തെടുക്കുന്നത്. ചാർട്ട് പേപ്പറിന് കളർ പേപ്പറുകളേക്കാൾ കുറച്ച് കട്ടി കൂടുതലായതുകൊണ്ട് ഇത് ചുറ്റിയെടുക്കാനായിട്ട് കുറച്ചൊരു പ്രയാസമാണ്. കളർ പേപ്പറുകൾ എടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും ചെറിയ പീസുകൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമ്മൾ ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിത് ഫ്ലവറിന്റെ താഴെയായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഫ്ലവറിന്റെ താഴെയായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഫ്ലവറിന്റെ താഴെ നമ്മൾ ഇതുപോലെയാണ് അത് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇലകൾ നമുക്കതിന്റെ താഴേക്ക് വരുന്ന ഭാഗത്ത് ഒട്ടിച്ചെടുക്കണം. അപ്പൊ നമ്മൾ ഓരോ ഇലകളും ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഫ്ലവറിന്റെ താഴെ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോ ഇലകളും ഒട്ടിച്ചു കൊടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസ് ഒക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ പറയണം. ഇലകളെല്ലാം നമ്മൾ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. അതിന്റെ ഇവിടെയായിട്ട് നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് കളയാണ്. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഇതിലേക്കാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത്. ഇതിനകത്ത് നമ്മൾ തെർമോക്കോളിന്റെ പീസ് ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിന്റെ നടുക്കായിട്ട് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ അതിൽ ഹോളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പ്ലാന്റ് നമുക്ക് അതിലേക്കൊന്ന് വെച്ച് നോക്കാം. ഇപ്പൊ നമ്മുടെ പേപ്പർ പ്ലാന്റ് ഇതുപോലെ നമ്മൾ അതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുള്ള തെർമോക്കോളിന്റെ മുകളിൽ നമ്മൾ ബ്രൗൺ കളർ പെയിന്റ് ഒന്ന് കൊടുത്തെടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പൊ നമ്മൾ അതിൽ പെയിന്റ് ഒക്കെ കൊടുത്തെടുത്തു. സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ പേപ്പർ പ്ലാന്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.